ജോർദാനിലെ യു.എസ്. സൈനിക താവള ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇറാൻ. യു.എസ്. ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് ഇറാന്റെ പ്രതികരണം. യു.എസ്. സൈന്യവും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളും തമ്മിൽ സംഘർഷമുണ്ടെന്നും ഇതാണ് പ്രത്യാക്രമണത്തിലേക്ക് നയിച്ചതെന്നും ഇറാൻ പറയുന്നു. ഇറാനെ നേരിട്ട് ആക്രമിക്കണമെന്ന് നിരവധി യു.എസ്. സെനറ്റർമാർ എക്സിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഇറാൻ അനുകൂല സായുധ സംഘടനാ കൂട്ടായ്മ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. വടക്ക് കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 3 യു.എസ്. സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 35ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ആക്രമണത്തിന് തീർച്ചയായും തിരിച്ചടിക്കുമെന്നാണ് യു.എസിന്റെ പ്രതികരണം. ആക്രമണത്തിന്റെ പിറകിൽ ആരെന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പ്രസിഡന്റിന്റെ ഉത്തരവ് വന്നാലുടൻ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും പെന്റഗൺ നേതൃത്വം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സൈനിക വിഭാഗമാണ് ആക്രമണത്തിന് പിന്നിലെന്ന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. അതിർത്തിക്ക് പുറത്തുള്ള യു.എസ്. സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്നാണ് ജോർദാൻ അറിയിച്ചിരിക്കുന്നത്. പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ യു.എസ്. സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഗസയിൽ ഇസ്രായേലിന്റെ കൊടും ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കും വരെ മേഖലയിലെ യു.എസ്. കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് അറിയിച്ചതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തോടെ ഇറാഖിലും സിറിയയിലും ഏത് സമയവും അമേരിക്കൻ പ്രത്യാക്രമണത്തിന് സാധ്യത കൂടുതലാണെന്ന ആശങ്ക ശക്തമാണ്. അതേസമയം ഗസയിൽ കൂടുതൽ യുനർവ കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമായതോടെ ദുരിതം കനക്കുകയാണ്. 22 യുനർവ കേന്ദ്രങ്ങളിൽ നിലവിൽ 4 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഗസയിൽ ഭക്ഷണവും വെള്ളവും മരുന്നുമടക്കം എത്തിക്കുന്നത് UN അഭയാർത്ഥി ഏജൻസിയായ യുനർവ കേന്ദ്രങ്ങൾ വഴിയാണ്. ഇതിനിടെ ഗസയിൽ ജൂത സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമ്മേളനത്തിൽ 12 ഇസ്രായേലി മന്ത്രിമാർ പങ്കെടുത്തു. ഗസ വീണ്ടും ജൂത കുടിയേറ്റ കേന്ദ്രമാക്കുകയെന്ന ആവശ്യത്തോടെ ഗസയിലേക്ക് മടക്കമെന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടന്നത്. ഗസയിലെ വംശഹത്യക്കെതിരെ ആഗോള പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയാണ് കുടിയേറ്റ കേന്ദ്രങ്ങൾ വീണ്ടും സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിയും മന്ത്രിമാരും സമ്മേളനം വിളിച്ചത്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേഷൻ അംഗങ്ങളുടെ ശക്തമായ സാന്നിധ്യമുള്ള സൈദ സേന പ്രദേശത്താണ് വ്യോമാക്രമണം നടന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനിയുമായി ഇസ്ലാമാബാദിൽ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി.